സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ സെയിൽസ് പ്രൊമോഷൻ, അതിൻ്റെ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും. ഈ രണ്ട് ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെയിൽസ് പ്രൊമോഷൻ്റെ മീനിങ്ങും ഒബ്ജക്റ്റീവ്സും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നെറ്റിനൊക്കെ മാർക്കറ്റിങ്ങിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സെയിൽസ് പ്രൊമോഷൻ്റെ ടെക്നിക്സൊക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അതല്ല. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആണ്. According to American Marketing Association, sales promotion includes those activities other than personal selling, advertising and publicity that stimulate customers, purchasing and dealer effectiveness. So American Marketing Association's definition ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് നിന്ന് ക്ലിയർ ആണ് എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്നുള്ളത്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ സെല്ലിംഗ് അല്ലാതെ, അഡ്വർടൈസ്മെൻ്റ് അല്ലാതെ, പബ്ലിസിറ്റി അല്ലാതെയുള്ള കാര്യങ്ങളിലൂടെ കസ്റ്റമേഴ്സിനെ ഒരു സാധനം വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഇതൊന്നുമല്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുക. നമുക്കറിയാം എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളത്. കസ്റ്റമറിനെ നേരിട്ട് അപ്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് നമ്മളവരെ മാർക്കറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡ്യൂസേഴ്സ് നേരിട്ട് കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുക. അടുത്താണ് അഡ്വർടൈസിങ്. നമുക്കറിയാം ഇറ്റ് ഈസ് എ ഇൻഡയറക്റ്റ് ഫോം ഓഫ് അല്ലെങ്കിൽ നോൺ പേഴ്സണൽ ഫോം ഓഫ് pursuing customers for purchasing a particular product or service. നമുക്കറിയാം നേരിട്ടല്ലാതെ, പേഴ്സണൽ സെല്ലിങ്ങിൽ നമ്മൾ നേരിട്ടാണ് പോകുന്നത് എങ്കിൽ നേരിട്ടല്ലാതെ ഏതെങ്കിലും മീഡിയ യൂസ് ചെയ്ത് ഒരു വൈഡർ ഓഡിയൻസിനെ എത്തുന്ന രീതിയിൽ എത്തി കസ്റ്റമേഴ്സിനെ ഒരു മീഡിയത്തിലൂടെ അവരുടെ അടുത്തിലേക്ക് എത്തി അവരെ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് കാര്യത്തിന് പറയുന്ന പേരാണ് അഡ്വർടൈസിങ് എന്ന് പറയുക. ദെൻ പബ്ലിസിറ്റി. നമുക്കറിയാം കോമൺ ആയിട്ട് പബ്ലിസിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പൊതുവായിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെയിൽസ് പ്രൊമോഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സെയിൽസ് പ്രൊമോഷൻ ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ഓഫ് നോൺ റൊട്ടീൻ നേച്ചർ ടു പ്രൊമോട്ട് സെയിൽസ്. സോ സ്ഥിരമായിട്ട് നടത്തി വരുന്ന അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിങ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി പുതിയതായിട്ടുള്ള ഏത് വഴി ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ കൊണ്ട് തങ്ങളുടെ പ്രൊഡക്റ്റ് മേടിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെല്ലാം വേറെ ടെക്നിക്സ് യൂസ് ചെയ്ത് ഇത് ഒന്നിലും പെടാത്ത, അഡ്വർടൈസിങ്ങിലോ പേഴ്സണൽ സെല്ലിങ്ങിലോ പബ്ലിസിറ്റിയിലോ പെടാത്ത ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാം എന്നുള്ളതാണ്. ആ ടെക്നിക്കുകളാണ് സെയിൽസ് പ്രൊമോഷനിൽ വരിക. സെയിൽസ് പ്രൊമോഷൻ ആർ ദോസ് ആക്ടിവിറ്റീസ് അതർ ദാൻ അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ് ദാറ്റ് സ്റ്റിമുലേറ്റ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. The basic purpose is to stimulate on-spot buying by the prospective customers through short-term incentives. ഇതിൽ നമ്മൾ സെയിൽസ് പ്രൊമോഷനിൽ മെയിനായിട്ടും ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഇതാണ് ഇച്ചിരൂടെ സിമ്പിളായിട്ട് എന്താണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ്സ് കൊടുക്കുക വഴി, ഏതെങ്കിലും ഒരു ഹ്രസ്വകാലത്തേക്കുള്ള ഒരു ഇൻസെൻറ്റീവ്, ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് കൊടുക്കുന്ന വഴി കസ്റ്റമറിനെ കൊണ്ട് ആ സ്പോട്ടിൽ വെച്ചിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ബൈയിങ് പ്രോസസ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് വഴി ഇൻസ്റ്റൻറ്റീവ് ഓർ സ്പോട്ട് ബൈയിങ് ഓഫ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെയിൽസ് പ്രൊമോഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ ദേ ആർ നോൺ റെക്കറിങ് ആൻഡ് ടെമ്പററി ഇൻ നേച്ചർ. ഈ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഒരു കാലയളവിലേക്കായിരിക്കും കൊടുക്കുക. സെയിൽസ് പ്രൊമോഷൻ ഇപ്പോൾ സപ്പോസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി നമുക്കറിയാം. ഡിസ്കൗണ്ട് സാധാരണയായിട്ട് കമ്പനികൾ കൊടുക്കുന്നത്
ഒരു ചെറിയൊരു കാലത്തേക്കായിരിക്കും കൊടുക്കുന്നത്. ഒരിക്കലും അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കത്തില്ല ഈ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ ഏതാണെങ്കിലും. ഡിസ്കൗണ്ട് എൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഏത് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് ആണെങ്കിലും അതൊരു ടെമ്പററി സെറ്റപ്പ് ആയിരിക്കും എപ്പോഴും. സോ അടുത്തതാണ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സോ എന്തിനാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് മിഡിൽ മാൻ. നമുക്കറിയാം മിഡിൽ മാൻ ആരാന്നുള്ളത്. ദേ ആർ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും അതുപോലുള്ള ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ ആളുകളെയാണ് നമ്മൾ മിഡിൽ മാൻ എന്ന് പറയുക. അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അവർക്ക് കൂടുതൽ ആളുകളെ തങ്ങളുടെ അടുത്തിലേക്ക് കൊണ്ടുവന്ന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് വഴി സാധിക്കും. അതുപോലെ ഇറ്റ് മോട്ടിവേറ്റ്സ് സെയിൽസ്, ഫോഴ്സ് ടു ഗിവ് ഡിസയർ എംഫസിസ് ടു ന്യൂ അക്കൗണ്ട്സ്, ലേറ്റൻറ്റ് അക്കൗണ്ട്സ്, ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ന്യൂ ടെറിട്ടറീസ്. ബേസിക്കലി സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പുതുതായിട്ടുള്ള ആളുകളെ, പുതുതായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, പുതുതായിട്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക, കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ പഴയ കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുക, പുതിയ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ വഴി ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻക്രീസസ് സെയിൽസ് മേക്സ് സെയിൽസ് ഓഫ് സ്ലോ മൂവിങ് പ്രൊഡക്ട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്. അതോടൊപ്പം തന്നെ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ സെയിൽ കുറഞ്ഞിരിക്കുന്ന പ്രോഡക്ട്സിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൂടുതലായിട്ട് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് അട്രാക്ട്സ് ചാനൽ മെമ്പേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ മാനുഫാക്ചർ പ്രൊമോഷൻ എഫേർട്സ്. സോ സാധാരണയായിട്ട് പ്രൊമോഷൻ എഫേർട്സ് നടത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വർടൈസിങ് നടത്തുക, അല്ലെങ്കിൽ പബ്ലിസിറ്റി നടത്തുക എന്ന് പറയുന്നത് മാനുഫാക്ചർ തന്നെയായിരിക്കും നടക്കുന്നത്. റീറ്റെയിലർക്ക് അതിനകത്ത് പങ്കുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ മെമ്പറിന് ഡിസ്ട്രിബ്യൂഷനിൽ ഏതെങ്കിലും ഒരു മെമ്പറിന് പ്രൊമോഷണൽ ആക്ടിവിറ്റിയിൽ പങ്കുണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സെയിൽസ് പ്രൊമോഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും പോലുള്ള ആളുകളെ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു പ്രത്യേകതയാണ്. സോ അടുത്ത ഒബ്ജക്റ്റീവാണ് മോട്ടിവേറ്റിംഗ് ഡീലേഴ്സ് ടു ബൈ ഹൈ വോള്യൂം ഓഫ് പ്രോഡക്ട്സ്. കൂടുതൽ സെയിൽസ് നടക്കും എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് ഡീലേഴ്സിന് കൂടുതൽ പ്രൊഡക്ട്സ്, അവരുടെ കടകളിലേക്ക് കൂടുതൽ പ്രൊഡക്ട്സ് എടുത്ത് വെക്കാൻ വേണ്ടി ഈ സെയിൽസ് പ്രൊമോഷൻ അവരെ പ്രേരിപ്പിക്കുന്നു. അടുത്ത ഒബ്ജക്റ്റീവാണ് സപ്പോർട്ടിങ് ആൻഡ് സപ്ലിമെൻറ്റിങ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് എഫേർട്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അഡ്വർടൈസിങ്ങിനും പേഴ്സണൽ സെല്ലിങ്ങിനും പെടാത്ത കാര്യങ്ങളാണ് ഈ സെയിൽസ് പ്രൊമോഷനിൽ വരിക. അപ്പം പേഴ്സണൽ സെല്ലിങ്ങിനും അഡ്വർടൈസിങ്ങിനും വരുന്നില്ല എന്ന് പറഞ്ഞ് ഇത് ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ ആയിട്ട് മാറി നിൽക്കുകയല്ല. പകരം അഡ്വർടൈസിങ്ങിനും പേഴ്സണൽ സെല്ലിങ്ങിൻ്റെയിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. Then next is making customers to switch brands in favor of them. കസ്റ്റമേഴ്സിനെ, നമ്മളുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സ്, സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തുകയും അതുപോലെ തന്നെ മറ്റ് ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന മറ്റ് കമ്പനികളുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നമ്മളുടെ പ്രോഡക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് പറ്റും. ദെൻ ടു ഓവർകം സീസണൽ ഫ്ലക്ച്വേഷൻസ് ഓഫ് പ്രോഡക്റ്റ്. അപ്പം നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന വഴി എല്ലാ കാലത്തും ഒരേപോലെ ഒരു നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് നിലനിർത്താനായിട്ട് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏതെങ്കിലും ഒരു സീസൺ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡിനൊരു കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഴി അത് പരിഹരിക്കുകയും കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ സ്റ്റെബിലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ലാസ്റ്റായിട്ടുള്ള ഒബ്ജക്റ്റീവാണ് ടു റെഡ്യൂസ്
the perception of risk associated with purchase of a product. ഡീലേഴ്സിനായാലും മാർക്കറ്റേഴ്സിനായാലും പ്രൊഡ്യൂസേഴ്സിനായാലും എപ്പോഴും തങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകുക എന്നുള്ളൊരു റിസ്ക് നിൽക്കുന്നുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് വിറ്റ് പോകുമെന്നുള്ളൊരു റിസ്ക് ഡീലേഴ്സിനും മാർക്കറ്റേഴ്സിനും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനും ഒക്കെ നിൽക്കുന്നുണ്ട്. ആ റിസ്ക് ഒഴിവാക്കാനും ഒരു സ്റ്റെബിലിറ്റി, സെയിൽസിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഈ പറയുന്നത് പോലെ സെയിൽസ് പ്രൊമോഷനിലൂടെ സാധിക്കുന്നുണ്ട്. താങ്ക് യു.